രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബാലാവകാശ കമ്മീഷനിലേക്കും പരാതി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഗർഭഛിദ്രം നടത്താൻ നിർബന്ധിച്ചു എന്ന ശബ്ദ സന്ദേശത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബാലാവകാശ കമ്മീഷന് മുമ്പിലേക്ക് പരാതി എത്തുന്നത്. ഗർഭഛിദ്രം നടത്താൻ നിർബന്ധിച്ച സംഭവത്തിൽ അന്വേഷണം വേണം എന്നാണ് പരാതിക്കാരൻ ആവശ്യപ്പെടുന്നത്. ആരാണ് പരാതിക്കാരൻ എന്നത് സംബന്ധിച്ചൊക്കെ അല്പസമയത്തിനകം വ്യക്തത വരും. എന്തായാലും ബാലാവകാശ കമ്മീഷന് മുമ്പിലേക്ക് ഒരു പരാതി എത്തിയിട്ടുണ്ട്. അത് ഈ പുറത്തു വന്ന ഓഡിയോ സന്ദേശവുമായി ബന്ധപ്പെട്ടാണ്. പോലീസിന് മുമ്പിലേക്കും പരാതി എത്തിയിട്ടുണ്ട്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് അഭിഭാഷകനായ ഷിൻഡോ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് അതിൽ എന്ത് തുടർ നടപടി സ്വീകരിക്കാൻ കഴിയും എന്നത് സംബന്ധിച്ച് വിശദമായ പരിശോധനകളിലേക്ക് കടക്കുന്നതിനായി നിയമോപദേശം തേടിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം നടക്കും. ഈ ഓഡിയോ ക്ലിപ്പിൻ്റെ വസ്തുത എന്താണ് എന്നതിലൊരു പരിശോധന നടത്തിയതിന് ശേഷമായിരിക്കും എന്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടാവുമെങ്കിൽ അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. വിഷ്ണു സുരേഷ് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, ഈ മറുഭാഗത്തുള്ള ആളാരാണ്? ആ ശബ്ദ സന്ദേശത്തിൽ മറുഭാഗത്തുള്ള ആളാരാണ് എന്നതിൽ പോലും ഒരു വ്യക്തതയുമില്ല ഇപ്പോൾ. അതൊക്കെ അന്വേഷിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം പോലീസിന്റെ നടപടികൾ ഉണ്ടാവുള്ളൂ. കൂടുതൽ വിവരങ്ങൾ വിഷ്ണു. അതിനുശേഷം മാത്രമേ നടപടി ഉണ്ടാകൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പരാതി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിനുശേഷം പോലീസ് അതിലൊരു പ്രാഥമികമായ പരിശോധന നടത്തും, പരാതിക്കാരനെ മൊഴിയെടുക്കും. ഒപ്പം ഈ ഓഡിയോ ക്ലിപ്പിൽ രണ്ടു വശത്തുമുള്ള ആളുകളെ കേൾക്കേണ്ടതൊക്കെ ഉണ്ട്. ഇത് വ്യാജമായി നിർമ്മിച്ചതാണോ എന്ന് പോലീസിന് പരിശോധിക്കണം. ഒരു ഡിജിറ്റൽ തെളിവ് മാത്രമാണ് പോലീസിന്റെ പക്കലുള്ളത്. സാധാരണഗതിയിൽ ഡിജിറ്റൽ തെളിവുകൾ പോലീസിന് എത്തിയാൽ അത് ഫോറൻസിക് പരിശോധനയ്ക്കും വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്കും വിധേയമാക്കാറുള്ളത് ഒരു സംഭവമാണ്. അതുകൊണ്ട് ഇത് പ്രത്യേകിച്ചൊരു ഓഡിയോ ക്ലിപ്പ്, ഇതിൽ പറയുന്ന ഇതിന്റെ വിക്ടിം എന്ന് പറയുന്ന ആൾ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. ഒരു പുറത്തുനിന്നുള്ള ഒരാളാണ് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പോലീസിനെ സംബന്ധിച്ച് പരിമിതികൾ ഒരുപാടുണ്ട്. അതിൽ നിന്നൊരു പ്രാഥമിക അന്വേഷണം നടത്തി മാത്രമേ ഒരു കേസ് എന്ന നടപടിയിലേക്ക് പോലീസ് പോകുക എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം. അതിൽ കൂടുതൽ നടപടികൾ പോലീസിന് കടക്കാനുള്ളതിന് കുറച്ച് വെല്ലുവിളികളുണ്ട്, തടസ്സങ്ങളുണ്ട്. അതെല്ലാം നീക്കിയ ശേഷം മാത്രമേ പോലീസ് ഒരു കേസ് എന്ന രീതിയിലേക്ക് പോകൂ എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം.